ഉണ്ണികൃഷ്ണൻ പോറ്റി 14 ദിവസത്തെ SIT കസ്റ്റഡിയിൽ. ഇപ്പോൾ പത്തനംതിട്ട SP ഓഫീസിന് മുന്നിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, പത്തനംതിട്ട SP ഓഫീസിൽ എത്തിച്ചതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ നിന്നും തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ, പരിശോധന, തെളിവെടുപ്പ് എന്നിവ ഈ 14 ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ നടക്കുന്ന നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അവിടെ? ടോണി, ഇപ്പോൾ SP ഓഫീസിന് എതിർവശമുള്ള ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ളത്. ഇവിടെ ഉച്ചഭക്ഷണത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് തന്നെ കൊണ്ടുപോകും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. വിശദമായി ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇനി ആരൊക്കെയാണ് കൂട്ടുപ്രതികൾ എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ ഈ കവർച്ച ചെയ്ത സ്വർണം അത് കണ്ടെത്തുന്നതിനുള്ള അന്വേഷണവുമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അത് കണ്ടെത്തുക എന്നത് തന്നെയാണ്. 39 ദിവസത്തെ ആ സ്വർണം എവിടെയായിരുന്നു വെച്ചിരുന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഹൈദരാബാദിലും കർണാടകയിലും ചെന്നൈയിലും എല്ലാം ഈ സ്വർണവുമായി പോയിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നാഗേഷ് എന്ന വ്യക്തിക്ക് കൊടുത്ത് അവിടെ ഇത് സ്വർണം ഉരുക്കിയിട്ടുണ്ടോ എന്നതടക്കം കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അടിയന്തരമായി തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന വിവരം പുറത്തു വരുന്നു. ആ അറസ്റ്റിന് ശേഷം ഒരുപക്ഷെ ഒരുമിച്ച് ഈ പ്രതികൾ സമാന കുറ്റകൃത്യത്തിൽ ഗൂഢാലോചനയിൽ അടക്കം പങ്കെടുത്ത പ്രതികളെ ഒരുമിച്ച് തന്നെ തെളിവെടുപ്പ് നടത്തുന്നതിനെക്കുറിച്ചും അന്വേഷണ സംഘത്തിന് മുന്നിൽ ആലോചനയുണ്ട്. കാരണം മറ്റു പ്രതികളെയും കൊണ്ടും ഈ തിരക്ക് 14 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ തന്നെ പലതവണ പലരെയുമായി പോകുന്നത് ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ അറസ്റ്റ് കൂടെ ചെയ്ത് അതിനുശേഷം ഒരുമിച്ചുള്ള ഒരു തെളിവെടുപ്പ് എന്ന ഒരു ലക്ഷ്യം കൂടിയാണ് അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നത്. എന്ത് തന്നെയായാലും നമുക്കറിയാം, ഏതാണ്ട് 1/2 കിലോയോളം സ്വർണം ഇതിൻ്റെ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് തന്നെ കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടില്ലേ, അതിൻ്റെ കുറവ് വന്നിട്ടുണ്ട് എന്ന് ഇതിനോടകം തന്നെ കണ്ടെത്തി കഴിഞ്ഞതാണ്. അത്തരത്തിൽ എത്രത്തോളം സ്വർണ്ണമാണ് ഇവർ അപഹരിച്ചത് എന്നതടക്കം കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് തന്നെ കുടുക്കിയതാണ് എന്ന് പറയുമ്പോൾ മറ്റു പലരും ഇതിൻ്റെ ഗൂഢാലോചനയിലും മറ്റും നിന്ന് പുറത്ത് മാറി നിൽക്കുന്നു എന്നതാണ്. ആ വിവരങ്ങൾ കൃത്യമായി തന്നെ ശേഖരിക്കേണ്ടതുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനും പറഞ്ഞത് പൂർണ്ണമായും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ അന്വേഷണവുമായി സഹകരിക്കും, ചോദ്യം ചെയ്യലുമായി അടക്കം സഹകരിക്കും, വിവരങ്ങൾ കൈമാറും എന്നത് തന്നെയാണ്. ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉടനടി തന്നെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാവാനാണ് സാധ്യത. അതിൽ മുരാരി ബാബു അടക്കമുള്ളവരെ ചോദ്യം ചെയ്തതിന് ശേഷമാകും അത്തരത്തിലുള്ള നടപടികൾ കൂടുതൽ ഊർജിതമാകുക എന്നത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ എന്തായാലും ഈ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ളത്. ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് തന്നെ കൊണ്ടുപോകും എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ് എന്നതാണ് ലഭിക്കുന്നത്. ഒരു രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ള അന്വേഷണം ആയതുകൊണ്ട് തന്നെ കൂടുതൽ കൃത്യതയോടെ അവരിൽ നിന്നും വിവരങ്ങൾ, അന്വേഷണ സംഘത്തിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നതിനും പ്രയാസമുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് ഇപ്പോൾ വളരെ നിർണായകമായ വിവരങ്ങളാണ് ചോദ്യം ചെയ്യലിൽ കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോടതി ഈ 14 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചതെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.